ഹായ് ഹലോ. ഇന്ന് ഞങ്ങളുടെ ചുച്ചു ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ചുച്ചുവിൻ്റെ കുഞ്ഞമ്മമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞമ്മമാരും മക്കളും കൂടെ ഉള്ള ഒരു കുഞ്ഞു പ്രോഗ്രാം, ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡും ഒക്കെ അടിച്ചു. അപ്പം ഇന്നല്ല മെയിൻ പ്രോഗ്രാം. ഞങ്ങൾ നാളെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കറക്കം, കുറച്ച് നാളായി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോയിട്ട്. അപ്പം എന്താണെന്ന് ഏതാണെന്നും ഒക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ പുറത്തോട്ടൊരു കറക്കം ഉണ്ടെന്ന്, അതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ ഞങ്ങളെല്ലാം രാവിലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. രാവിലെ എന്ന് പറയാനൊക്കത്തില്ല, ഇത് ഏകദേശം ഒരു 11-11:30 ആയി കാണും. അപ്പം എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളൊന്ന് ഷാപ്പിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ മങ്കോട്ടച്ചിറ എന്ന് പറയുന്ന ഷാപ്പുണ്ട്. അപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇപ്പം ഇവിടെ എല്ലാം പാടത്തെല്ലാം കൃഷിയെല്ലാം തീർന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഓണം ആകുമ്പോഴാണല്ലോ എല്ലാം കൊയ്ത്തും എല്ലാം കഴിയുന്നത്. ഇനിയിപ്പം പാടമൊക്കെ വെറുതെ കിടക്കുക. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും കൃഷി തുടങ്ങും. പക്ഷേ ഇപ്പോൾ പച്ചപ്പായിരുന്നെങ്കിൽ കാണാൻ ഭയങ്കര രസമായിരുന്നേനെ കേട്ടോ. ഇപ്പം ഇങ്ങനെ വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ഞങ്ങൾ പോയ ദിവസം അധികം വെയിലൊന്നുമില്ലായിരുന്നു കേട്ടോ. ഒരു മൂടാപ്പ് പിടിച്ച ദിവസമായിരുന്നു. പിന്നെ ഈ പാടത്തിൻ്റെ സൈഡിൽ കഴിഞ്ഞ് പോകുമ്പോൾ അറിയാമല്ലോ, നല്ല കാറ്റായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇതാണ് മങ്കോട്ടച്ചിറ ഷാപ്പ്. ഇവിടെ ഇപ്പം ഞാൻ 2ാമത്തെ വട്ടമാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല ഏറ്റമണി കിട്ടി. അതെന്താണെന്നറിയോ, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഓരോ ക്യാബിനിൽ ചെന്ന് ഇങ്ങനെ എത്തി നോക്കുക എവിടെയെങ്കിലും സീറ്റ് ഒഴിവുണ്ടാകുന്നു. ഒരു രക്ഷയില്ല. അപ്പോൾ ചേച്ചി പറയാണ് കട്ട പോസ്റ്റാന്നൊക്കെ. അങ്ങനെ എല്ലാവരും ചെന്ന് എത്തിയൊക്കെ നോക്കി. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയാം, ദൂരേന്ന് വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഹരിപ്പാട്ടമ്പലം, മണ്ണാർശാല, അങ്ങനെയൊക്കെ കുറേ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ച് കണ്ടവരെയൊക്കെ ഇവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷമായിട്ടോ എല്ലാവർക്കും. അപ്പോൾ സമാധാനമായി. കള്ളും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഐറ്റം ഇങ്ങെത്തി കേട്ടോ. ആദ്യം വന്നത് നമ്മുടെ അപ്പമായിരുന്നു. പിന്നെ നമ്മളൊരു ഊണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ, ഇത് മഞ്ഞക്കൂരി, പിന്നെ ഇത് താറാവ് കുറുമ, പിന്നെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകറി, തോരൻ, ഒരച്ചാറ്, ചമ്മന്തി, ഇതൊക്കെയായിരുന്നു ചോറിൻ്റെ കറികൾ. പിന്നെ ഇരിക്കുന്നത് മീൻ വറുത്ത ഉണ്ടായിരുന്നു. പിന്നെ കാച്ചിൽ നമ്മൾ ചേമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാച്ചിൽ വന്നിട്ടുണ്ട്, ചേമ്പിന് പുറകിന് വരും. ഇനി ഇരിക്കുന്നത് പോർക്ക കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കള്ളം വന്നിട്ടുണ്ട്. ഈ ഒഴി കാണുമ്പോൾ അറിയാലോ, ഇത് ഒഴിച്ചൊഴിച്ചൊഴി തഴമ്പിച്ച കൈകളാണെന്ന്. ഇനി പോകുന്ന വഴിയിലൊരു കാഴ്ച കാണിച്ചു തരാവേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും കണ്ടൊരു കാഴ്ചയാണ്. ധാരാളം കൊക്കുകൾ വരും. അപ്പം ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഇത് കണ്ടോ, പറന്ന് കിടക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാടത്ത് വെള്ളം കുറവായതുകൊണ്ട് ഒത്തിരി മീനുകളുണ്ട്. അപ്പം മീനുകളെ തിന്നാൻ വേണ്ടി ഇവർ വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചത് വീട്ടിലേക്ക് പോവുക കേട്ടോ. ഇനി ഇത് കഴിയുമ്പം എനിക്കൊരു പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ വഴിയെ പറയാം. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ ബി. അതായത് ഞങ്ങൾ 4 പാലം, ഞങ്ങൾ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. 2 പേരും ഒന്നിച്ചിട്ടല്ല, അല്ലാണ്ടാണ് പോയത്. എൻ്റെ കസിൻസായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് 3 പേരും കൂടെ 4 പാലം കൂടെ കണ്ടിട്ട് നേരെ തിരികെ വീട്ടിൽ പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മൾ പാലം കാണാൻ എത്തി. കണഞ്ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, ഞാനും വിഷു സെക്കൻഡ് ടൈമാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു പ്രാവശ്യം പോയതാണ് കേട്ടോ. ഇവിടെ ഒരു 6 മണി, ഒരു 6:30 ആകുമ്പോഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ലൈറ്റ് ഷോ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റിയിട്ടില്ല. വേറൊരു തവണ ഞങ്ങൾ പോയി കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിന് തൊട്ട് താഴെയായിട്ട് എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ വീടുണ്ട് കേട്ടോ. നമുക്കിനി എന്തായാലും ഇവിടം വരെ വന്നതിൽ അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു.
ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ എല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് ട്രാക്ടർ കാണാൻ പറ്റും കേട്ടോ. വിഷുവിന് ട്രാക്ടർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ട്രാക്ടറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് കണ്ടോ. ദൂരെ എല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്ന വഴിയിലൊക്കെ ആണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നെല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി. ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. ആ പട്ടിയെ ഒരുക്കി വെച്ചേക്കുന്നുണ്ടോ. കുട്ടിയെ ഒരുക്കുന്നതിനെക്കാട്ടി സുന്ദരമായിട്ടാണ് പട്ടിയെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.